വയനാട് പുത്തുമല ദുരന്തഭൂമിയിലെ ലയങ്ങളിൽ കഴിയുന്ന 25 തോട്ടം തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല. 2019 ഉരുൾപൊട്ടലിൽ ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകാനും കഴിഞ്ഞിട്ടില്ല. ദുരന്ത സാധ്യതയുള്ള പ്രദേശത്താണ് തൊഴിലാളി കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. വയനാട്ടിലെ ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പോവുകയാണ് അവിടേക്ക്, നമ്മൾ പുത്തുമലയിലേക്ക്. ശക്തമായ ഉരുൾപൊട്ടലിൽ 17 പേരാണ് പുത്തുമലയിൽ മരിച്ചത്. ഔദ്യോഗിക കണക്കനുസരിച്ച് 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. നിരവധി ആളുകൾക്ക് ഭൂമിയും നഷ്ടമായി. പുത്തുമല ഹാരിസൺ മലയാളം ലിമിറ്റഡിന്റെ എസ്റ്റേറ്റ് ലയങ്ങളിൽ 25 തൊഴിലാളി കുടുംബങ്ങൾ ഏറെ ഭയത്തോടെയാണ് ഇപ്പോൾ കഴിയുന്നത്. പുത്തുമലയിൽ വീണ്ടും ഉരുൾപൊട്ടലുണ്ടായാൽ ജീവൻ അപകടത്തിലാകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ഓരോ മഴ വരുമ്പോഴും ഈ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഈ ദുരന്തഭൂമിയിൽ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഈ ദുരന്തഭൂമിയിൽ നിന്ന് ഞങ്ങളോട് മാറി താമസിക്കാനാണ് പറയുന്നത്. ഞങ്ങൾ എങ്ങോട്ട് പോവാൻ ഈ പറയുന്നവർക്ക് അറിയില്ല. ഇവർക്ക് വീടില്ല, വീട് ഞങ്ങൾക്ക് വെക്കാനുള്ള സ്ഥലം നഷ്ടമായിട്ടാണ് ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വാടക കൊടുത്ത് ഞങ്ങൾ നിൽക്കുന്നത്. ഈ മാറി നിൽക്കുമ്പോൾ മക്കളെ പഠനം അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇവിടെ തന്നെ താമസിക്കുന്നത്. ഒരുപാട് സർക്കാർ ഓഫീസുകളിൽ ഞങ്ങൾ കയറി ഇറങ്ങി, എന്നിട്ടും ഒരു പരിഹാരം ഇതിനുണ്ടായിട്ടില്ല. വീടുകളിൽ കഴിഞ്ഞിരുന്ന നാമമാത്രം കുടുംബങ്ങളെ മാത്രമാണ് പൂത്തക്കൊല്ലിയിൽ പുനരധിവസിപ്പിച്ചത്. തൊഴിലാളികൾ വിലയ്ക്ക് വാങ്ങിയ 6 സെന്റ് മുതൽ 16 സെന്റ് വരെ ഭൂമി ഉരുൾപൊട്ടലിൽ അന്ന് ഒലിച്ചുപോയിരുന്നു. ഈ ദുരന്തഭൂമി തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വീടോ സ്ഥലമോ ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ 7 കുടുംബങ്ങളാണ്, 9 കുടുംബങ്ങളാണുള്ളത്. 7 കുടുംബങ്ങൾ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരും, 2 കുടുംബം വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരും. വീട് നഷ്ടപ്പെട്ടിട്ടില്ല, വീട് വാസയോഗ്യം അല്ലാത്ത വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാവരും വാടകക്കാണ്. 5 വർഷമായി ദുരന്തം കഴിഞ്ഞിട്ട് ഇന്ന് വരെ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് ഈ സ്ഥലം പോയവർ. ഭൂമി നഷ്ടമായവർക്ക് പകരം ഭൂമി നൽകുമെന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ലെന്ന് എസ്റ്റേറ്റ് തൊഴിലാളികൾ പറയുന്നു. മലയടിവാരത്ത് നിന്ന് തൊഴിലാളി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായതുമില്ല. ദുരന്ത സാധ്യത ഡെമോക്ലസിന്റെ വാളുപോലെ പുത്തുമലയിലെ തൊഴിലാളികളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ്. 5 വർഷം മുമ്പ് ഇതുപോലൊരു മഴക്കാലത്താണ് പുത്തുമല പൊട്ടിയൊഴുകി 17 ജീവനുകൾ കവർന്നത്. എന്നാൽ എസ്റ്റേറ്റുകളിൽ കഴിയുന്ന തൊഴിലാളികളുടെ പുനരധിവാസം മാത്രം എവിടെയും എത്തിയില്ല. ഇപ്പോഴും ഏതു നിമിഷവും വേണമെങ്കിലും ഇനിയും ഉരുൾപൊട്ടലുണ്ടാകാം. പക്ഷേ ഇവരെ മാത്രം ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചില്ല. സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു പിടിപ്പുകേടിൻ്റെ ഉദാഹരണമാണ് പുത്തുമല. വയനാട്ടിലെ പുത്തുമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18.